സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോയാണ്. കൊണ്ടുവന്നിടുക. എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോയാണ്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് അൺബോക്സിംഗ് വീഡിയോയാണ്. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ആയിരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കൊറിയർ വഴിയാണ് സാധനം വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ അത് കളക്ട് ചെയ്യാൻ പോവുകയാണ്. 6 to 7 കിലോമീറ്റേഴ്സ് ഉണ്ട് കൊറിയർ ഓഫീസിലേക്ക്. ST കൊറിയർ വഴിയാണ് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പോയി കളക്ട് ചെയ്തിട്ട് വന്നിട്ട് എന്താണെന്ന് കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബോക്സ് പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു ബോക്സിൽ നന്നായിട്ടാണ് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടിരിക്കുന്നത്. ഇനി ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയത്, എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ വാങ്ങിയത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി എന്ന സ്ഥലത്തെ വേങ്ങര ഫിഷ് ഫാം എന്നാണ് ഇതിൻ്റെ പേര്. റിയാസ് എന്ന് പറഞ്ഞ ആളാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ആ റിയാസ് ബ്രദറിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ഫിഷിനെ വാങ്ങിയിട്ടുള്ളത്. 2 വർഷത്തോളമായിട്ട് ഈ ഫാം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എഡിബിൾ ഫിഷസും പിന്നെ ഈ കോയി കാർപ്പ്, ജാപ്പനീസ് കോയിയുമാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഫിഷിൻ്റെ ഫുഡും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. നല്ല ഒരു സർവീസാണ് കേട്ടോ. നന്നായിട്ടൊരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു സർവീസാണ്. ഞാൻ ഒരു 8-10 പേരെ കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്നത്. നല്ല കസ്റ്റമർ സർവീസാണ്, നമുക്ക് വിശ്വസിക്കാം. നമ്മൾ പൈസ അയച്ചു കൊടുത്തിട്ട് പോകുമോ എന്നൊക്കെയുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നതാണ്. ഒരുപാട് ഫിഷ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മളെ കാണിക്കുന്ന ക്വാളിറ്റിയുള്ള ഫിഷ് ആയിരിക്കില്ല അവർ നമുക്ക് അയച്ചു തരിക. പക്ഷേ ഇത് പക്കായാണ് കേട്ടോ. 100-ൽ 101 മാർക്ക് നമുക്ക് കൊടുക്കാം. കാരണം എനിക്ക് അയച്ചു തന്ന വീഡിയോസും വീഡിയോ കോൾ ചെയ്തപ്പോൾ കാണിച്ചു തന്ന ഫിഷസുമാണ്, നമുക്ക് സെലക്ട് ചെയ്യുന്ന ഫിഷസുമാണ് കറക്റ്റായിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് അയച്ചു തന്നിട്ടുള്ളത്. ആളിൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്കും ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും പിന്നെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഇനി ഈ ബോക്സ് ഓപ്പൺ ആക്കുമ്പോഴേക്കും നമുക്ക് ഈ ടാങ്ക് സെറ്റപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. ഇത് ഒരു പഴയ ഫ്രിഡ്ജ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള തുരുമ്പൊക്കെ ഒരു പിച്ചാത്തി വെച്ചൊന്ന് ചുരണ്ടിക്കളയണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, സാൻഡ് പേപ്പർ പെയിൻറ്റ് കടയിലൊക്കെ കിട്ടും. ഇത് വെച്ച് നന്നായിട്ടൊന്ന് ഫുള്ള് റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്തിട്ട് ആ ഒരു പരുപരുപ്പൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം പെയിൻറ്റ് അടിക്കുക. ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന കളറ് ആഷ് കളറാണ്. ഇതിന് ഒരു റീസൺ ഉണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കാണുമ്പോൾ അതിനുള്ള റീസൺ മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പോൾ 2 കോട്ട് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം. ഇത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഫ്രണ്ടിൽ സൈഡിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അവിടെയാണ് ഞാൻ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നാലും ഇവിടെ ഇത് കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഷെയ്ഡുള്ളൊരു സ്ഥലത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അധികം ഡയറക്റ്റ് ഒരുപാട് സൺലൈറ്റ് അടിക്കാത്ത ഒരു സ്ഥലത്തു കൂടിയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ മണ്ണും കുറച്ച് ഇഷ്ടികയും കൂടെ ഒക്കെ വെച്ചിട്ട് കുറച്ച് പൊക്കത്തിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുകളിൽ സൈഡ് ഇതുള്ളത് കൊണ്ട് മഴവെള്ളം അധികം ഡയറക്റ്റായിട്ട് വീഴാനും സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലേസാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് ബോക്സ് ഇവിടെ 2ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വെയിലത്തിരുന്നിട്ട് ആ സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അതിൽ വെള്ളം നിറയ്ക്കാം. അപ്പോൾ ബോക്സ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ബോർവെല്ല് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ബോർവെല്ല് വെള്ളം പിടിച്ച് വെച്ചിരുന്നിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഫിഷിനെ ഇടുന്നുള്ളൂ. അപ്പോൾ മാത്രമേ ആ വെള്ളത്തിൻ്റെ ആ ഒരു pHും കാര്യങ്ങളും എല്ലാം ഒന്ന് കറക്റ്റ് ആവണം. ഫിഷിന് കിടക്കാൻ പാകത്തിന് വെള്ളം ഒന്ന് പാകമാകണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 4 ദിവസം പിടിച്ച് വെച്ചിരിക്കുന്നത്. പോയി അവിടെ നിന്ന് പോയി വാട്ടർ ക്യാബേജ് എടുത്തോണ്ടോ ചെല്ല്. ഇതിൽ കിടക്കുന്ന വാട്ടർ ക്യാബേജ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഞാൻ മുകളിൽ ഫുള്ള് കവറിങ് ആയിട്ട് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് ഫിഷിന്. ഈ കോയി കാർപ്പ് പെട്ടെന്ന് ചാടുന്നൊരു മീനാണ് കേട്ടോ. വെച്ച് ചാട്ടം കൂടുതലുള്ളൊരു മീനാണ്.
അപ്പോൾ ഇവൻ ചാടി തറയിൽ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. വലയിട്ടാലും നമ്മൾ ഇടയ്ക്ക് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇത് ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അഥവാ വല നമുക്കൊന്ന് പിടിച്ചിടാൻ പറ്റിയില്ല, മറന്നു പോകുവാണെങ്കിലും ഫിഷിനെ നമുക്ക് മിസ്സാവരുത്, ഒന്നും പറ്റരുത്. അതുകൊണ്ടാണ് മുകളിൽ മുഴുവൻ ഈ ഒരു വാട്ടർ ക്യാബേജ് ഇട്ട് കവർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. പിള്ളേരും നല്ല ആക്റ്റീവാണ് കേട്ടോ. അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. കോയി കാർപ്പ്, ജാപ്പനീസ് കാർപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു കേട്ടുകേൾവിയാണ്. ഇതുവരെ സാധനം അവരും നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ആ വാട്ടർ ക്യാബേജ് എടുക്കുന്ന ആ ഒരു ടാങ്കിൽ നമ്മുടെ സാധാ 2 കാർപ്പും കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഇതിലേക്ക് മാറ്റാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടെ ഒരൊറ്റ ടാങ്ക് മതിയാവും. ഇതാണ് വാട്ടർ ക്യാബേജ്, വാട്ടർ റോസ് എന്നൊക്കെ പറയാറുണ്ട്. ആഫ്രിക്കൻ പായൽ ഇതല്ല കേട്ടോ, അത് വേറെയാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഏകദേശം ഒരു റോസ് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പാണിതിന്. അതുകൊണ്ടാണ് ഇതിനെ വാട്ടർ റോസ് എന്നും പറയാറുണ്ട്. പെട്ടെന്ന് 1-2 ഇട്ടാൽ മതി, ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആയിക്കോളും. ഇതിവിടെ ഞാൻ ആദ്യം വാങ്ങിയത് ഒരു 5 വാങ്ങിയതാണ്. പിന്നീട് ഇത്ര ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ബോക്സ് ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് നിന്ന് ഞാൻ ആ ഫിഷിനെ എടുത്ത് കാണിക്കാം. വലിയൊരു കവറിലാണ് കേട്ടോ. ഓക്സിജൻ നിറച്ചാണ് അവർ ഫിഷിനെ അയച്ചിരിക്കുന്നത്. എല്ലാം നല്ല ലൈവായിട്ട് നല്ല ആക്റ്റീവാണ്. എല്ലാം ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. എല്ലാം നല്ല ആക്റ്റീവാണ് കേട്ടോ. ഇനി നമുക്കൊരു ഈ പാത്രത്തിൽ വെള്ളം ഞാൻ പിടിച്ച് വെച്ചിട്ട് 2 ദിവസമായി. ഇത് സാധാ ടാപ്പ് വാട്ടറാണ്. ഈ ടാപ്പ് വാട്ടറിലേക്ക് ഈ പാക്കറ്റ് അടക്കം നമുക്ക് ഇറക്കി വെക്കണം. മീൻ ഓൾറെഡി കിടക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും നമ്മൾ മീനിനെ ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഒന്ന് ഒരുപോലെ ആവണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഫിഷ് പെട്ടെന്ന് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായിട്ട് ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഞാൻ വാങ്ങിയിട്ടുള്ളത് ടോട്ടൽ 21 പീസാണ്. അതിൽ 6 പീസ് വലിയ പീസ് അത് എനിക്ക് വേണ്ടിയാണ് വാങ്ങിയത്. ബാക്കി 15 പീസ് ചെറിയ പീസാണ്. അത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷിനെ നമ്മുടെ ഈ ഒരു ടബിലേക്ക് മാറ്റിയിട്ട് ബാക്കി ഫിഷിനെ കൊടുക്കണം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഫിഷിനെ അതിലേക്ക് ഇടാം. ഇനി ചെറുതായിട്ട് ഞാൻ കോയി കാർപ്പിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. കളേർഡ് വെറൈറ്റീസിനെ ഇൻഫോർമലായിട്ട് പറയാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ് കോയി. നിജീറ്റ എന്ന ജപ്പാനിലെ ഒരു സ്ഥലത്താണ് 19-ാം നൂറ്റാണ്ട് മുതലാണ് കേട്ടോ ഇതിനെ ബ്രീഡ് ചെയ്യാൻ സ്റ്റാർട്ടായിട്ടുള്ളത്. പാറ്റേണും അതിൻ്റെ സ്കെയിലിങ്ങും കളറിങ്ങും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പല വെറൈറ്റികളായിട്ട് ഇതിനെ തിരിച്ചിട്ടുള്ളത്. ഇതുവരെ ഏകദേശം 100 വെറൈറ്റി ബ്രീഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനെ 16 ഗ്രൂപ്പായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി ടു 25 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഫിഷ് കൂടുതലും നന്നായിട്ട് കിടക്കുക. ഇതുങ്ങൾ സസ്യഫുക്കാണ് കേട്ടോ, ഒംനിവോറസ് ആണ്. സാധാരണ കഴിക്കുന്നത് ചീര കഴിക്കും, വാട്ടർമെലൺ കഴിക്കും, പിന്നെ പയർ, പീസ് ഇതൊക്കെ കഴിക്കും. നമ്മൾ ടാങ്കിലിട്ടേക്കുന്ന പായലെല്ലാം ഉണ്ടല്ലോ, അതൊക്കെ ഇതുങ്ങൾ കഴിക്കും. അതുങ്ങൾക്ക് ഈ പപ്പായയുടെ ഇല ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. അസോള ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന കോയി കാർപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 100 മുതൽ 200 വർഷം വരെയാണ് കേട്ടോ. ഏകദേശം 1.5 അടി വരെ ഈ മീൻ വളർന്ന് വലുതാകും. അപ്പോൾ ഇതാണ് കോയി കാർപ്പിൻ്റെ ഫുഡ്. ഇത് ഒപ്റ്റിമം എന്ന് പറഞ്ഞ ഫുഡാണ്. ഇതും ആ ഫാമിൽ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയിരിക്കുന്ന 6 ഫിഷിൽ 5 എണ്ണം 5 പാറ്റേൺ ആണ് വാങ്ങിയിരിക്കുന്നത്. പാറ്റേൺ അനുസരിച്ച് ഇതിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന യെല്ലോ കണ്ടോ, ഇതിൻ്റെ പേരാണ് യെല്ലോ ബട്ടർഫ്ലൈ എന്നാണ് ഇതിൻ്റെ പേര്. ഫാൻ ടെയിലാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഇതാണ്ട് ഇപ്പോൾ മമ്മ പിടിച്ചെടുത്തിട്ടുള്ളതിൻ്റെ പേരാണ് മിൽക്കി വൈറ്റ്. ഇനി അടുത്തതിനെ പിടിക്കാം. ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ, റെഡ് ബ്ലാക്ക് വൈറ്റ് ആണ് ഷെയ്ഡ്. അതിൻ്റെ പേരാണ് ഷോവ. ജാപ്പനീസുകാരിട്ടിരിക്കുന്ന പേരാണ് കേട്ടോ, അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേര് ഷോവ എന്ന്. ഇനി അടുത്തതിനെ കാണിച്ചു തരാം. ഇനി അടുത്തതുള്ളത് റെഡും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു പാറ്റേണും പിന്നെ മിക്സഡ് ഉള്ളൊരു പാറ്റേണുമാണ് കേട്ടോ. ഇപ്പം മമ്മ പിടിച്ചിരിക്കുന്നുണ്ടോ, റെഡും അല്ലെങ്കിൽ ഓറഞ്ചും വൈറ്റും മാത്രം. അതിൻ്റെ പേരാണ് കൊഹോക്കു. അത് 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ, അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ കേട്ടോ. അവൻ്റെ പേരെന്താണെന്ന് അറിയാവോ? തായ്ഷോ സ്നേക്ക്. അങ്ങനെ നമ്മുടെ 6 പേരെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു. ഇതാണ്
നമ്മൾ വാങ്ങിയിട്ടുള്ള ആ 6 ഫിഷ് എത്ര നേരം നോക്കിയിരുന്നാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഇട്ടപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എല്ലാം പതുക്കെ പമ്മി നിൽക്കുമായിരുന്നു. നന്നായിട്ട് ചാടുന്ന മീനാണ് കേട്ടോ. ഇത് കവർ ചെയ്തിട്ട് വെക്കണം. 2 ദിവസം വരെ മുകളിൽ വലയിട്ടിട്ട് അടച്ച് നന്നായിട്ടാണ് വെച്ചിരുന്നത്. കാരണം ആ മിൽക്കി വൈറ്റ് ചാടി താഴെ മണ്ണിൽ വീണിരുന്നു. എടുക്കാൻ ചെന്നിട്ട് 3-4 തവണ ചാടി പോയിട്ടാണ് അതിനെ കിട്ടിയത്. പിന്നെ ഈ കോയി കാർപ്പിനെ നമ്മൾ അത്യാവശ്യം വലിയ പോണ്ടുകളിൽ വേണം ഇടാനായിട്ട്. എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വളർന്ന് വലിയ സൈസ് ആവുള്ളൂ, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ ടെമ്പററി ആയിട്ടാണ് ഈ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ പോണ്ട് റെഡിയാക്കാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ താൽക്കാലികമായിട്ടാണ് ഞാൻ ഫ്രിഡ്ജ് ബോക്സിൽ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ വാങ്ങിക്കുന്ന ആരും ചെറിയ പാത്രങ്ങളിലോ കാര്യങ്ങളിലോ ഒന്നും ഇട്ട് വെക്കരുത്. നോക്ക്, എന്തോ ഇവനെ, എന്തോ ഇത് കൊള്ളാവോ? ഇനി നമുക്ക് ഇതിനെ ടാങ്കിലേക്ക് മാറ്റാം. അതിനായിട്ടൊരു പ്ലാസ്റ്റിക് വലിയൊരു കവർ എടുത്തിട്ട് അതിലെ ആ വെള്ളത്തിൽ തന്നെ ഈ ഫിഷിനെ പിടിച്ച് ഇടുക. അതിനധികം സ്ട്രെസ്സ് കൊടുക്കാതെ വേണം അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചത്തു പോകും. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. എത്ര നേരം വേണമെങ്കിലും നമ്മൾ നോക്കിയിരുന്ന് പോകും. ഇത് തായ്ലാൻഡ്, ജപ്പാൻ അവിടെയൊക്കെ ഇതിനെ വളർത്തുന്നത് നമ്മുടെ വീട്ടിലെ ഒരു പോസിറ്റീവ് എനർജി എന്നോണമാണ്, അല്ലെങ്കിൽ ഇതിനെ വളർത്തുന്ന വീട്ടിലെ ഒരു ഭാഗ്യം എന്നോണമാണ് അവർ കണക്കാക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു കോയി ഫിഷിൻ്റെ പഴയ ടാങ്കിലുണ്ടായിരുന്ന 2 കോയി കാർപ്പിനെയും ഒരു സക്കർ ഫിഷിനെയും കൂടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയും കൂടെ നമ്മൾ പുതിയ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഫിഷും അതിനെയും കൂടെ ഞാൻ ആ ടബിലിട്ടിട്ട് ടെമ്പറേച്ചർ ഒന്ന് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഈ 2 ബാച്ചിനെയും നമുക്ക് കൊണ്ടുപോയി ആ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇടാം. ഒരു 15-20 മിനിറ്റ് നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ആ ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ആവണം. അതിന് ശേഷം മാത്രമേ ഫിഷിനെ നമ്മൾ തുറന്നു വിടാവുള്ളൂ. അതിന് മുന്നേ ആ കവറ് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് കെട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ ഫിഷിനെ അത് കവറടക്കം അതിലേക്ക് വെക്കുമ്പോൾ പെട്ടെന്ന് ഫിഷ് അങ്ങ് വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അമ്മ അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ ടാങ്കിലേക്ക് ഇറക്കി വിടാം. വാട്ടർ ക്യാബേജൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇതുങ്ങൾ ഇറങ്ങുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇനി അതവിടെ കിടക്കട്ടെ. ഇനി ഞാൻ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന 1-2 കാര്യങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ആ പഴയ 2 കാർപ്പ് കിടന്ന ടാങ്കിലുണ്ടായിരുന്ന ഒരു ചെടിയാണ്. ഇത് വെള്ളത്തിന് അടിയിലും മുകളിലുമായിട്ട് കിളിക്കുന്നൊരു ചെടിയാണ്. ഞാനൊരു ചെറിയ കലത്തിലാണ് വെച്ചിരുന്നത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വെട്ടി ക്രോപ്പ് ചെയ്തെടുക്കാം. ഇത് ഫുള്ള് നന്നായിട്ട് ഒരു ഷെൽട്ടറായിരുന്നു കേട്ടോ. ഷെൽട്ടറായിട്ട് കിടക്കുന്നത്. ഇവിടെ കീരിയുടെ ശല്യമുണ്ട്, വന്ന് ഫിഷിനെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വെച്ച് പിടിപ്പിച്ചിരുന്നത്. നന്നായിട്ട് വേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് ആ ടാങ്കിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജ് ബോക്സ് ആണെങ്കിലും നമ്മുടെ ആ ഒരു ടാങ്കിനൊരു ചെറിയൊരു നാച്ചുറൽ അപ്പിയറൻസ് കിട്ടും. പിന്നെ ഒരു ഹൈഡിങ് പ്ലേസും അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് നന്നായിട്ട് വളർന്നു വരുന്നൊരു ചെടിയാണ് കേട്ടോ. ഒരാൾ പൊക്കത്തിലൊക്കെ ഇത് വളർന്ന് വരുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. നമ്മുടെ കായലിൻ്റെയും തോടിൻ്റെയൊക്കെ അരുവിലൊക്കെ ഇതിനെ കാണാറുണ്ട്. ഇത് സെയിൽ ചെയ്യുന്നവരുമുണ്ട്. വളർന്നു വരുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്, നല്ല പച്ചപ്പുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇനി ഇതിൽ ആ വെക്കുന്ന ചെടിയുണ്ടല്ലോ, ആ കലം മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് കല്ലുകൾ വെക്കുന്നുണ്ട്. ഇത് കടലിലുള്ള കല്ലാണ് കേട്ടോ. ഒരുപാട് നാളിവിടെ ടാങ്കിൽ കിടന്ന കല്ലാണ്. അതുകൊണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. ഇത് കുറേ കല്ലുകളുണ്ട്.
ഇതിൽ ഞാൻ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നു, വാട്ടർ പ്ലാന്റ്സ് ഒക്കെ. അപ്പോൾ ഇതും കൂടെ നമ്മൾ അതിലേക്ക് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ കലത്തിന് ചുറ്റിനും വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ചെടിയുടെ ചുവട്ടിൽ ഞാൻ കല്ല് വെച്ചിട്ടുണ്ട്, പെബിൾസ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കോയി കാർപ്പ് ഫുള്ള് കൊത്തി ഇളക്കി മണ്ണ് ഫുള്ള് കലക്കും ടാങ്കിൽ. ഇനി നമുക്ക് നമ്മുടെ ആ ഫിഷസിനെ അങ്ങോട്ടേക്ക് തുറന്ന് വിടാം. അപ്പം അമ്മയാണ് ആദ്യത്തെ പാക്കറ്റ് തുറക്കുന്നത്. ജേഡൻ മോനാണ് ഫിഷിനെ റിലീസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ കല്ലുകൂടി പിറക്കി അതിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. ആ കലവും ആ ചെടിയും കൂടെ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ കലം മറിഞ്ഞു പോകാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ആ ഒരു കല്ലുകളെല്ലാം അതിൻ്റെ ചുറ്റിനും അടുക്കി വയ്ക്കുന്നത്. ഇനി നമ്മുടെ വാട്ടർ ക്യാബേജ് കൂടി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുങ്ങൾക്കൊരു ഷെൽട്ടറാണ്. അധികം വെയിലും അടിക്കില്ല, വെള്ളം ഓവർ ഹീറ്റ് ആവില്ല, പിന്നെ വേറെ ജീവികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉറപ്പായിട്ടും നെറ്റിട്ട് അടച്ച് വെക്കുന്നതാണ്. രാത്രിയൊന്നും നമുക്കധികം നോക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. ടാങ്ക് വെച്ചതിൻ്റെ ചുറ്റിനും കംപ്ലീറ്റ് നമ്മൾ ചെടിച്ചട്ടി വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു കുഞ്ഞിക്കുട്ടിയുണ്ട്. നമ്മൾ എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കണ്ണ് വെട്ടിച്ച് പോയാലും പോയില്ലെങ്കിലും അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് അപ്ഡേറ്റ്സ് ഈ ഒരു ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.